നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീ സീസൺ ഫ്രണ്ട്ലികൾ നടക്കുകയാണല്ലോ. അതിൻ്റെ റിസൾട്ടിന് അത്ര പ്രാധാന്യമേ ഉള്ളൂ. നേരത്തെ ആഞ്ചലോട്ടി ബാഴ്സലോണക്കെതിരെയുള്ള മത്സരം കഴിഞ്ഞ് റയൽ മാഡ്രിഡ് തോറ്റ ഘട്ടത്തിൽ പറഞ്ഞ കാര്യമുണ്ടല്ലോ. ഇത് ആ പ്രാധാന്യത്തോടു കൂടി കാണുന്ന മത്സരങ്ങളാണ്. താരങ്ങൾക്ക് മിനിറ്റ്സുകൾ കൊടുക്കുക, അവരെ പ്രിപ്പയർഡ് ആക്കി എടുക്കുക, അതേ ഉദ്ദേശമുള്ളൂ. എങ്കിലും മത്സരങ്ങളുടെ റിസൾട്ട് ആരാധകര് പലപ്പോഴും പ്രാധാന്യത്തോടു കൂടി തന്നെ എടുക്കാറുണ്ട്. ഇപ്പൊ ചെൽസിയെ 2-1 റയൽ മാഡ്രിഡ് തോൽപ്പിച്ചിരിക്കുന്നു. ലൂക്കാസ് വാസ്കസും ബ്രാഹിം ഡയസുമാണ് ഗോൾ അടിച്ചിരിക്കുന്നത്. വിനി ജൂനിയറുടെ അസിസ്റ്റ് ഉണ്ടായിരുന്നു. മറുഭാഗത്ത് ചെൽസിയുടെ ഗോൾ മുടക്കടിക്കുമ്പോൾ അവിടെ അസിസ്റ്റ് എൻസോ ഫെർണാണ്ടസ് ആണ് കൊടുത്തത്. അങ്ങനെ സൂപ്പർ താരങ്ങൾ തങ്ങളുടെ കോൺട്രിബ്യൂഷൻസ് നൽകിയ മത്സരമാണിത്. കഴിഞ്ഞ മത്സരങ്ങൾ കളിച്ച എൻട്രിക്കിനെയും ആർദ ഗ്യൂളറെയും ഒക്കെ പുറത്തിരുത്തിക്കൊണ്ടാണ് കാർലോ ആഞ്ചലോട്ടി ടീമിനെ ഇറക്കിയത്. അവർ ഓവർലോഡ് കാരണം ഈ മത്സരം കളിക്കില്ല എന്ന റിപ്പോർട്ട് നേരത്തെ ഉണ്ടായിരുന്നു. മുന്നേറ്റങ്ങൾ നയിക്കാൻ റോഡിഗോയും ബ്രാഹിം ഡയസും വിനി ജൂനിയറുമാണ് റയൽ മാഡ്രിഡിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. മധ്യനിരയിൽ ലൂക്ക മോഡ്രിച്ച് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പറായിട്ട് തിബോട്ട് കോർട്ടുവ ഉണ്ടായിരുന്നു. ഡിഫൻസിൽ മിലിറ്റാവോയും റൂഡിഗറും വാസ്കസും ഉണ്ടായിരുന്നു. അങ്ങനെ മികച്ച ടീമും കൊണ്ട് തന്നെ റയൽ മാഡ്രിഡ് ആദ്യ 11 ഇറങ്ങിയപ്പോൾ മറുഭാഗത്ത് മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് എൻകുങ്കുവും മുഡേക്കും സ്റ്റീർലിക്കും കൂയും ഒക്കെയാണ് ഉണ്ടായിരുന്നത്. മത്സരത്തിന്റെ 19ാമത്തെ മിനിറ്റിൽ ലൂക്കാസ് വാസ്കസിലൂടെ റയൽ മാഡ്രിഡ് ലീഡ് എടുത്തപ്പോൾ 27ാമത്തെ മിനിറ്റിൽ വിനി ജൂനിയറുടെ അസിസ്റ്റിൽ നിന്ന് ബ്രൈൻ ഡയസ് അവരുടെ ലീഡ് ഇരട്ടിയാക്കി. എന്നാൽ 39ാമത്തെ മിനിറ്റിലാണ് എൻസോ ഫെർണാണ്ടസിന്റെ അസിസ്റ്റിൽ നിന്ന് മുഡേക്കിന്റെ ഗോൾ പിറക്കുന്നത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ 2-1 എന്ന രൂപത്തിൽ മത്സരം എത്തിയിരുന്നു. രണ്ടാം പകുതിയിൽ പിന്നെ സ്വാഭാവികമായിട്ടും നിരവധി മാറ്റങ്ങൾ ഇരു ടീമുകളും വരുത്തുകയുണ്ടായി. പക്ഷെ പിന്നെ ഗോൾ ലൈനിൽ മാറ്റമൊന്നും ഉണ്ടായില്ല, സ്കോർ ലൈനിൽ മാറ്റമൊന്നും ഉണ്ടായില്ല. 2-1 എന്ന രൂപത്തിൽ മത്സരം അവസാനിക്കുകയും ചെയ്തു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.